ധന്യ ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് IDF അവർ കഴിഞ്ഞ ദിവസം അവരുടെ ട്വിറ്ററിൽ ഒരു വീഡിയോ പുറത്തുവിട്ടേക്കുന്ന വീഡിയോയിൽ ഗസയിൽ ഒരു ആശുപത്രിയാണ് കാണിച്ചേക്കുന്നത്. ഖാൻ യൂനിസ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ആശുപത്രിയിൽ ഒരു വലിയൊരു ടണൽ, ആ ടണലിൻ്റെ അകത്തോട്ട് ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ അവിടെ ഒരു വീടിന് സമാനമായ സൗകര്യങ്ങൾ ആ തുരങ്കത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു തോക്കൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഇസ്രയേൽ സേന പറയുന്നത് ഇത് ഹമാസിൻ്റെ തുരങ്കമാണ്. ഈ ഹമാസ് എന്തിനാണ് ഈ ആശുപത്രിയിലൊക്കെ ടണലൊക്കെ ഉണ്ടാക്കുന്നത്? എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ചായ കുടിക്കാൻ പോകാനൊക്കെ ആയിരിക്കും അല്ലേ? അവന്മാരായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഹമാസാണ്. ഈ ഈ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അൽ ഖമനേയി, ഇദ്ദേഹത്തെ കുറേ നാള് ഇപ്പൊ ഇദ്ദേഹം പൊതുവേദികളിലൊക്കെ വരുന്നുണ്ട്. ഈ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ച സമയത്ത് ഇദ്ദേഹത്തെ കുറേ നാള് കാണാനില്ലായിരുന്നു. അപ്പൊ ഇദ്ദേഹം മരിച്ചുപോയ കാരണം 80-85 വയസ്സുള്ള ഒരാളാണ്. അപ്പോ മതം തലയ്ക്ക് പിടിച്ച ഒരു ഭ്രാന്തനാണ്. അവിടുത്തെ ജനങ്ങളെയൊക്കെ മതത്തിന്റെ പേരിൽ വിഷം കുത്തിവെച്ചുകൊണ്ട് ജീവിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കാതെ അവരെ വരഞ്ഞു മുറുകി കെട്ടിവെക്കുന്ന ഒരു നമ്മൾ ഈ ഒറ്റ മലയാളത്തിൽ പറഞ്ഞ ഒരു കാലമാണ്. അങ്ങനത്തെ ഒരുത്തനാണ് ഈ ആയത്തുള്ള അൽ ഖമനി എന്ന് പറയുന്നത്. അയാൾക്ക് ഒരുപാട് ആരാധകരൊക്കെ കേരളത്തിലുണ്ട്. ഇയാളെ കുറേ നാളായിട്ട് കാണാനില്ല. എല്ലാവരും ഇങ്ങനെ പിന്നെ ഈ ഗോസിപ്പുകൾ പറഞ്ഞിറക്കി ഇയാൾ മരിച്ചു, ഇയാളെ ഇസ്രായേൽ കൊന്നു, ഇയാളിപ്പോ ജീവിച്ചിരിപ്പില്ല. ഇടയ്ക്ക് ഒരു തവണ എങ്ങാണ്ട് ഇയാൾ പ്രത്യക്ഷപ്പെട്ട് അത് ഈ ഫുള്ള് കവർ ചെയ്ത ഈ ചൈനയുടെ ഒരു ഈ ഫുള്ള് കവർ ചെയ്ത ഒരു ഈ കണ്ണാടി പോലെ ഒരു ഇതുണ്ട്. നമുക്ക് പുറമേ നിന്നാൽ അത് കാണാൻ കഴിയില്ല. നമ്മൾ വിചാരിക്കും ഇയാൾ നമ്മുടെ മുന്നിൽ നിന്ന് സംസാരിക്കുകയാണത്. പക്ഷേ വെടിയുണ്ടകളെയും തോക്കുകളെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു കവചമാണത്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇയാൾ തോക്കുമേന്തിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറെ എന്നിട്ട് അന്ന് ഇസ്രായേലിനെ നമുക്ക് തകർക്കണം, ഇസ്രായേലിനെ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല, നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ പ്രസംഗം നടത്തുന്നത്. പിന്നെ അതിനുശേഷം ഇയാളെ നമ്മൾ കാണാനില്ല. പിന്നീട് കുറെ നാൾ കഴിഞ്ഞപ്പോൾ അറിഞ്ഞു ഇയാൾ ഒരു തുരങ്കത്തിലാണ്, അവിടെ വൈദ്യുതി പോലും ഇല്ല, പിന്നെ മെഴുകുതിരി വെട്ടത്തിലാണ് ഇയാൾ ജീവിക്കുന്നത്. അതായത് ആ സമയത്ത് പേജർ ആക്രമണം ഉണ്ടായത് ആ സമയത്താണ്. പേജറുകൾ, അതായത് ബാത്റൂമിൽ ഇരിക്കാൻ പോലും ഈ ഹമാസുകൾക്ക് പേടിയായ ഒരു സമയം ഉണ്ടായിരുന്നു. കാരണം പൊട്ടിത്തെറി എങ്ങനെയാണ് എന്നറിയില്ല. നിന്ന നിൽപ്പിൽ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ ആ ഒരു 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 പിന്നെ എന്താ പറയുക, തീവ്രവാദി മാത്രം പൊട്ടിത്തെറിക്കുന്നു. മാർക്കറ്റിൽ നിൽക്കുമ്പോൾ ഒരു തീവ്രവാദി മാത്രം പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ ബാത്റൂമുകളിൽ പോകാൻ പോലും ഭയപ്പെട്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഈ പേജർ ആക്രമണം ഇതെങ്ങനെ ഉണ്ടായി, ഏത് വഴിക്ക് വന്നു എന്നൊക്കെ ഉമ്മാൻ അറിയാതെ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഖമനേയി മുങ്ങിയത്. പിന്നീട് അറിയുന്നു മെഴുകുതിരി, കാരണം വൈദ്യുതി എന്തെങ്കിലും കടത്തിവിട്ടുകൊണ്ട് ഇസ്രായേൽ എന്തെങ്കിലും പണി തരുമോ എന്നൊക്കെ പേടിച്ച് കുറ്റാക്കൂരിരുട്ടിൽ മെഴുകുതിരി വെട്ടത്തിലാണ് ഇയാൾ ഭൂഗർഭ അറയിൽ ജീവിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അതൊക്കെ എത്രത്തോളം വാസ്തവമുണ്ടെന്നൊന്നും അറിയില്ല. എന്തായാലും അതിനുശേഷം പിന്നീട് ഹമാസിന്റെ ഓരോ നേതാക്കന്മാരായി മരിച്ചുകൊണ്ടിരുന്നു. നമ്മളത് കണ്ടു. ഈ ഹമാസിന് വേണ്ടി ഒരുപാട് ജൈവിളികളും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ കൊച്ചിയുടെ ഒക്കെ ബാനറുകൾ പിടിച്ചുകൊണ്ട് ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. ആലുവയിലെ ഒരു പിന്നെ ഓട്ടോറിക്ഷയുടെ ബാക്കിൽ പിന്നെ ഹമാസിന്റെ ഒരു നേതാവ് അദ്ദേഹത്തിന്റെ ഫോട്ടോ പതിപ്പിച്ചുകൊണ്ട് പിന്നെ ഓട്ടോറിക്ഷ ഓട്ടിച്ച് യഹിയ സിൻവറിന്റെ പേര് ഞാൻ വിട്ടുപോയതായിരുന്നു. യഹിയ സിൻവറിന്റെ പടം പതിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഓട്ടോറിക്ഷയായിട്ട് പോയി. അത് പിന്നെ പോലീസ് അന്വേഷണമൊക്കെ നടത്തി. അപ്പോൾ ഈ തീവ്രവാദികളെ വല്ലാതെ ഇങ്ങനെ സ്നേഹിക്കുന്ന കുറെ ആളുകൾ കേരളത്തിലുമുണ്ട്. ഇത് ഹമാസ് അറിയുന്നുണ്ടോ എന്ന് അറിയില്ല. അറിഞ്ഞെങ്കിൽ അവരും ഇങ്ങോട്ടേക്ക് വന്ന് ഇവരെ ഒന്ന് സന്തോഷിപ്പിച്ചേനെ. എന്തായാലും ഈ ഹമാസ് പലപ്പോഴും ആശുപത്രികളിൽ ഈ ഇസ്രായേലിന്റെ അറ്റാക്ക് നടത്തില്ല. ഇസ്രായേലി ആശുപത്രികൾ പിന്നെ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ ഇതൊന്നും നോക്കി ഇസ്രായേൽ എല്ലാം ഒന്ന് നോക്കി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇവർ ആക്രമണം നടത്തൂ. അതുകൊണ്ടാണ് ഈ ആശുപത്രികളിലെ അടികളിൽ വലിയ തുരങ്കമൊക്കെ ഉണ്ടാക്കി ഇവിടെ പിന്നെ സ്വസ്ഥമായി സമാധാനമായി നിന്ന് തീവ്രവാദം പ്ലാൻ ചെയ്ത് എങ്ങനെ ആളുകളെ നശിപ്പിക്കാം, എങ്ങനെ ആളുകളുടെ സ്വസ്ഥമായ ജീവിതത്തെ ഇല്ലാതാക്കാം, എങ്ങനെ ആളുകളെ തീർക്കാം എന്ന് ഇവന്മാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു നേതാവ് ഒരു 15 ദിവസത്തിൽ കൂടുതൽ ജീവിച്ചിരുന്നിട്ടുണ്ട്. ഇവന്മാർ ഏതെങ്കിലും ഒരു നേതാവ് വരുന്നതിനെല്ലാം ഇസ്രായേൽ തീർത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ ഇസ്രായേൽ പറഞ്ഞു, ഇനി ഞങ്ങള് ഗാസയിലേക്ക് ഞങ്ങൾ ട്രക്കുകൾ കൊടുത്തോളാം. ആഹാരവും വെള്ളവും അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുന്ന 100ഓളം ട്രക്കുകളാണ് ഓരോ ദിവസം ഗാസയിലേക്ക് എത്തുന്നത്. നേരത്തെ ഹമാസ് ഇതെല്ലാം എടുത്തുകൊണ്ട് മറിച്ച് വിൽപ്പന, അതായത് ഈ വരുന്ന ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾ ഇവന്മാരെടുത്തുകൊണ്ട് ഇവന്മാർ കൂടിയ വിലയ്ക്ക്
വിറ്റുകൊണ്ടിരുന്നത്. ആളുകൾക്ക് ഇത് വാങ്ങാനുള്ള പണമില്ല, കാരണം അവർക്ക് ജോലിക്ക് പോകാനില്ല, സ്കൂളുകൾ തുറന്നിട്ട് മാസങ്ങളും വർഷങ്ങളും ആകുന്നു. അപ്പോൾ ഇതൊക്കെ അവിടെ ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്രായേൽ തന്നെ പറഞ്ഞു, ഇനി നീയൊക്കെ ഇക്കാര്യത്തിൽ ഇടപെടണ്ട, ഞങ്ങൾ കൊടുത്തോളാം. അങ്ങനെ ഇവർ തന്നെയാണ് ഇപ്പോൾ ഈ ഗാസയിലെ ആളുകൾക്ക് മരുന്നും വെള്ളവും ആവശ്യത്തിനുള്ള സാധനങ്ങളും ഒക്കെ ഈ നൽകുന്നതല്ല. പക്ഷെ അപ്പോഴും ഈ വേട്ടക്കാരൻ ഇങ്ങനെ വലുതായി വരികയും ഇരയായ ഇസ്രായേൽ ഇപ്പോഴും ആളുകൾക്കിടയിൽ പിന്നെ എന്താ പറയുക, ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. കാരണം ഇസ്രായേലിനെതിരെ പലപ്പോഴും ഇപ്പൊ MA ബേബി ഉൾപ്പെടെ പറഞ്ഞു, ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ സൈനിക സഹകരണവും എല്ലാ തലത്തിലുള്ള സഹകരണം അവസാനിപ്പിക്കണമെന്ന്. ഇസ്രായേലിലെ ജനങ്ങളല്ലേ എന്ന് നമ്മൾ ചോദിക്കും. അവർ ജനങ്ങളല്ലേ? തീർച്ചയായിട്ടും. കാര്യം ഇപ്പോൾ ഈ ആശുപത്രിയുടെ കാര്യം കൂടി പറഞ്ഞല്ലോ, ഇത് ആദ്യത്തെ അനുഭവമല്ല. 2023 അൽഷിഫ ആശുപത്രിയിൽ ഇതേപോലെ ഒരു തുരങ്കം കണ്ടെത്തിയിരുന്നു. ഇതിപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഏതോ യൂറോപ്യൻ ആശുപത്രിയാണ്. ഈ ആശുപത്രികളിൽ ഈ തുരങ്കം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇസ്രയേൽ അവിടെ ഈ ആശുപത്രികൾ എന്ന് പറയുമ്പോൾ അവിടെ ഈ ഒരു ആക്രമണ സാധ്യത ഉണ്ടാവില്ലല്ലോ. ആ ഒരു പൊതുധാരണയുടെ പുറത്ത് അത് മറയാക്കി അതിൻ്റെ താഴെ ഈ തുരങ്കം ഉണ്ടാക്കി അവരവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവരുടെ പദ്ധതികൾ നടപ്പിലാക്കാനായിട്ടുള്ള പദ്ധതി ആസൂത്രണം ചെയ്തതാണ്. ഏതായാലും രണ്ട് പക്ഷത്തും വലിയ രീതിയിലുള്ള ആൾനാശം ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 2023 ശേഷമുള്ള കണക്ക് പ്രകാരം ഇസ്രയേലിൻ്റെ ഭാഗത്ത് 1200 പേര് മരിച്ചിട്ടുണ്ട്. പലസ്തീൻ ഭാഗത്ത് നിന്ന് ഏതാണ്ട് 54,000 പേര് സ്ത്രീകളും കുട്ടികളോടക്കം മരിച്ചിട്ടുണ്ടെന്നാണ് അവിടുത്തെ സന്നദ്ധ സംഘടനകൾ പറയുന്നത്. അപ്പോൾ ഈ ഇസ്രയേലിൻ്റെ പലസ്തീൻ ഭാഗത്ത് ഇത്രയേറെ ആൾനാശം ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഈ ഹമാസ് അല്ലെങ്കിൽ ഫലസ്തീൻ അനുകൂലികൾ ഈ ആൾമറകൾ സൃഷ്ടിച്ച് ഈ പോരാട്ടം നടത്തുമ്പോൾ ഇസ്രയേലിൻ്റെ ബോംബിങ്ങിൽ ഈ പറയുന്ന അല്ലെങ്കിൽ സൈനിക നടപടിയിൽ കുറേയൊക്കെ നിരപരാധികൾ അതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്നതാണ്. അതങ്ങനെയല്ലേ വാസ്തവം? തീർച്ചയായിട്ടും. നമ്മൾ ഈ പിന്നെ ഇപ്പോൾ പലസ്തീനിലെ ആളുകൾ മരിച്ചാലും ജനങ്ങളാണ്, നമുക്ക് സങ്കടമുണ്ട്. ഇസ്രയേലിലെ ആളുകൾ മരിച്ചാലും നമുക്ക് സങ്കടമുണ്ട്. പക്ഷെ ഇത് വരുത്തി വെച്ചത് എപ്പോഴാണ്? 2023 ഒക്ടോബർ 7-ാം തീയതി ഒരു സംഗീത പരിപാടിയിലേക്ക് ഈ തീവ്രവാദികൾ ഇരച്ചു കയറുന്നു. 1200ഓളം പേരെയാണ് അന്ന് ഒറ്റയടിക്ക് ഇവർ തീർക്കുന്നത്. അവിടെ നിന്ന് തുടങ്ങിയ നിലനിൽപ്പിന്റെ ഒരു പോരാട്ടമാണ് ഇസ്രായേൽ തുടങ്ങിയത്. ഒരു പ്രശ്നവും ഇല്ലാതിരുന്നിടത്ത് നിന്ന് കയറി അങ്ങ് അടിക്കുകയാണ്. ഇന്ന് വരെ അതിനെക്കുറിച്ച് ആരെങ്കിലും ഇവിടെ സംസാരിക്കോ? പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാരാണ്? ഇസ്രായേലാണോ? അല്ല. ഈ ഒരു സംഗീത പരിപാടിയിലേക്ക് തീവ്രവാദികൾ ഇരച്ചു കയറുന്നു. 1200ഓളം പേരെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ വധിക്കുന്നു, അവരെ കൊലപ്പെടുത്തുന്നു, മൃഗീയമായാണ് കൊലപ്പെടുത്തുന്നത് അവരെ. അതിനുശേഷം ഇവർ പോകുന്നത് നിലനിൽപ്പിന് വേണ്ടി ഇസ്രായേലിന് തിരിച്ചടിച്ചേ മതിയാകൂ. അല്ലെങ്കിൽ ഇസ്രായേൽ ഇപ്പോൾ നിലനിൽപ്പിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് ഇസ്രായേൽ എന്ന് എപ്പോഴും പറയും. ഇസ്രായേലിനെ ആകെക്കൂടെ ചേർത്ത് പിടിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന മനുഷ്യത്വമുള്ള ഒരു രാജ്യം മാത്രമാണ് അവരെ ചേർത്ത് പിടിക്കുന്നത്. അവർക്ക് എന്താവശ്യം വന്നാലും ഇന്ത്യ ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ് അവരുടെ പാഠപുസ്തകങ്ങളിൽ പോലും ഇന്ത്യയെക്കുറിച്ച് അവരുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, നമുക്ക് എപ്പോഴും ചെന്ന് കയറാൻ പറ്റുന്ന നമ്മുടെ സഹോദര രാജ്യമാണ്, നിങ്ങൾ ഇന്ത്യയെ ബഹുമാനിക്കണം, ആദരിക്കണം, ഇന്ത്യക്കാരെ നിങ്ങൾ ബഹുമാനിക്കണം, ആദരിക്കണം എന്നൊക്കെ അവരുടെ പാഠപുസ്തകങ്ങൾ അവർ പഠിപ്പിക്കുകയാണ്. കാരണം അവരെ എന്നും ചേർത്ത് പിടിക്കുന്നത് ഇന്ത്യയാണ്. എന്ത് സഹായത്തിന് അവർക്കൊപ്പം നിൽക്കുന്നത് ഇന്ത്യയാണ്. ഇപ്പോൾ പാകിസ്ഥാനുമായി ഒരു പ്രശ്നം വന്നപ്പോഴും പറഞ്ഞത് എന്താണ്? എൻ്റെ സഹോദര രാജ്യത്തെ ആരെങ്കിലും തൊട്ടാൽ അതെന്നെ തൊടുന്നത് പോലെയാണെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. അതായത് പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാട് ഞങ്ങളും സ്വീകരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഹമാസിന്റെ ഇത്തരം ചെയ്തികളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര ക്രൂരമായ നടപടിയാണ്. ആശുപത്രിയുടെ താഴെ ഭീകര താവളം ഉണ്ടാക്കുക, എന്നിട്ട് അവിടെ സുഖലോലുപരായി ജീവിക്കുക. ഇസ്രായേലിനെ ഭയന്നുകൊണ്ട് ആശുപത്രികളുടെ അടികളിൽ ഇവരുടെ സംവിധാനങ്ങളൊക്കെ നിലയുറപ്പിച്ചു. കാരണം അവിടെ ഉള്ളവർക്കൊന്നും മിണ്ടാൻ കഴിയില്ല. എന്തെങ്കിലും മിണ്ടാൻ തോക്കുകൊണ്ട് അപ്പം തന്നെ തീർത്ത് കളയും. അതുകൊണ്ട് അവരത് കണ്ണടച്ച് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇത്തരത്തിൽ മുതലെടുപ്പ് നടത്തുന്ന ഇവരെ അനുകൂലിക്കുന്നവരെ അവരാണ് ഇവരെക്കാളും വലിയ തീവ്രവാദികളെന്ന് ഞാൻ പറയും.